എന്തൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട് സ്കീമുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ, അതുപോലെ എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഡോക്യുമെന്റുകൾ നൽകുന്നത് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. എല്ലാ മ്യൂച്വൽ ഫണ്ട് പരസ്യങ്ങളിലും ഈ പറയുന്ന ഒരു സന്ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും: സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റുകളും ശ്രദ്ധാപൂർവം വായിക്കുക എന്ന്. എന്തൊക്കെയാണ് ഈ ഡോക്യുമെന്റുകൾ എന്ന് അറിയാമോ? പ്രധാനമായിട്ടും 3 ഡോക്യുമെന്റുകളാണ് ഉള്ളത്. ഒന്നാമത്തത് കീ ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്ന് പറയുന്ന KIM, രണ്ടാമത്തത് സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റ് എന്ന് പറയുന്ന SID, മൂന്നാമത്തത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന SAI. കേൾക്കുമ്പോൾ എല്ലാം കൂടെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം. ഒരു പ്രത്യേക സ്കീമിനെ കുറിച്ചുള്ള ഈ ഡോക്യുമെന്റുകൾ അസറ്റ് മാനേജ്മെന്റ് കമ്പനി, അതായത് മ്യൂച്വൽ ഫണ്ട് കമ്പനി തയ്യാറാക്കുകയും അനുമതിക്കായിട്ട് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് സെബിക്ക് സമർപ്പിക്കുകയും ചെയ്യും. ഇനി പറയുന്നത് പോലുള്ള വിവരങ്ങളായിരിക്കും സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റ് അല്ലെങ്കിൽ SIDയിൽ ഉണ്ടായിരിക്കുക. അതായത് നിക്ഷേപ ലക്ഷ്യം, നയങ്ങൾ, അസറ്റ് അലോക്കേഷൻ, ലിക്വിഡിറ്റി പ്രൊവിഷനുകൾ എന്നിങ്ങനെയുള്ള എല്ലാ അടിസ്ഥാന വിവരങ്ങളും, ഫണ്ട് മാനേജ്മെന്റ് ടീമിന്റെ വിശദാംശങ്ങൾ, സ്കീമിലെ എല്ലാ റിസ്ക് ഫാക്ടറുകളും, റിസ്ക് ലഘൂകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും, ലോഡ്, പ്ലാനുകൾ, ഓപ്ഷനുകൾ, മുൻകാല പ്രകടനങ്ങൾ, ബെഞ്ച് മാർക്ക് എന്നിങ്ങനെയുള്ള സ്കീം വിശദാംശങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുപോലെ ജനറൽ യൂണിറ്റ് ഹോൾഡർ വിവരങ്ങൾ, AMC ബ്രാഞ്ചുകൾ, നിക്ഷേപ സേവന കേന്ദ്രങ്ങൾ, ഒഫീഷ്യൽ പോയിന്റ്സ് ഓഫ് അക്സെപ്റ്റൻസ് എന്നിങ്ങനെയുള്ള മറ്റ് വിശദാംശങ്ങളും ഇതിനകത്തുണ്ടായിരിക്കും. രണ്ടാമത്തത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ SAI പറയുന്ന വിവരങ്ങളാണ്. മ്യൂച്വൽ ഫണ്ടിന്റെ രൂപവൽക്കരണം, സ്പോൺസർമാർ, അസറ്റ് മാനേജ്മെന്റ് കമ്പനി, ട്രസ്റ്റികൾ, AMCയിലെ സുപ്രധാന വ്യക്തികളെ കുറിച്ചും രജിസ്ട്രാർമാരെ കുറിച്ചും കസ്റ്റോഡിയന്മാരെ കുറിച്ചും ബാങ്കർമാർ, ഓഡിറ്റർമാർ, ലീഗൽ കൗൺസിൽ എന്നിവയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും, എല്ലാ സാമ്പത്തികവും നിയമപരവുമായ പ്രശ്നങ്ങൾ എന്നിവയായിരിക്കും ഇതിനകത്ത് വരുന്നത്. അടുത്തു പറയുന്നത് SIDയുടെ ഒരു ഹ്രസ്വ രൂപമാണ് അപേക്ഷാ ഫോമിനോടൊപ്പം ചേർത്തിരിക്കുന്ന KIM അല്ലെങ്കിൽ കീ ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്ന് വിളിക്കുന്ന മൂന്നാമത്തെ ഡോക്യുമെന്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു നിക്ഷേപകൻ ഒരു സ്കീമിൽ നിക്ഷേപിക്കും മുമ്പ് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന വിവരങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. എല്ലാ അപേക്ഷാ ഫോമിനോടൊപ്പവും ഈ KIM ചേർത്ത് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ 3 സ്കീമിനെ കുറിച്ചും നമുക്ക് വിശദമായിട്ടൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. അവസാനം പറഞ്ഞ KIM എന്ന് പറയുന്ന കീ ഇൻഫർമേഷൻ മെമ്മോറാണ്ടത്തിൽ ലഘുരൂപത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ചേരുന്നതായിരിക്കും നല്ലത്.